ഹായ്, ഇന്ന് ഞങ്ങൾ കാട്ടാൽ ഫെസ്റ്റിന് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. ഇത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ആ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് ഇത് സ്റ്റോളൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട്. ഇവിടെ സ്റ്റോളും പിന്നെ സ്നാക്സ് അങ്ങനത്തെയൊക്കെ കൗണ്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് സ്റ്റേജ് ഇതാണ്. അപ്പോൾ സ്റ്റേജിൽ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പം തന്നെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റോള് ബുക്സിൻ്റെ ആയിരുന്നു, അത് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. ഒരു വിശാലമായിട്ടുള്ളൊരു ബുക്ക് കളക്ഷനാണ്, കാണുമ്പം തന്നെ മനസ്സിലാവും. ബുക്സൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ആൾക്കാർക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു അവസരമാണ് കേട്ടോ. ഒരുപാട് ബുക്സ് ഉണ്ട്, പല കാറ്റഗറി വരുന്ന ബുക്സ്, ബാലസാഹിത്യമാണെങ്കിലും അല്ല ഫിക്ഷൻ ആണെങ്കിലും അങ്ങനെ ഇംഗ്ലീഷ് ബുക്സ്, അങ്ങനെ ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ അടുത്ത സെക്ഷൻ വന്നിട്ട് കൈത്തറി സാരിയുടെയൊക്കെ ഒരു സെക്ഷനായിരുന്നു. അപ്പോൾ അതധികം ഇല്ല, ഒരു ചെറിയൊരു സെക്ഷനേ ഉള്ളൂ. കൂടുതലും കൈത്തറി സാരികൾ തന്നെയാണ്. അപ്പോൾ അതാണ് ആ ഒരു സെക്ഷൻ. ഞങ്ങൾ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റോളും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ചില സ്റ്റോളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അന്നേരം ഓപ്പൺ ആയിരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് ഗ്ലാസിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ്. ഗ്ലാസ്, ഭരണികൾ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് മാത്രമുള്ളൊരു സ്റ്റോളാണ്. ഇവിടെ എൻട്രി ഫീസ് ഇല്ല കേട്ടോ, ഫ്രീ ആണ്. നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ വരാം. പിന്നെ നമ്മൾ വേറെ അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനെ എന്തെങ്കിലും റൈഡൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ക്യാഷ് പേ ചെയ്യേണ്ടത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കോഴിക്കോടൻ ഹൽവ, സ്വീറ്റ്സ്, സ്നാക്സ്, പിന്നെ പഴയകാല മിഠായികൾ, അതൊക്കെ ഉള്ള ആ ഒരു സ്റ്റോളായിരിക്കും. കാര്യം ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് ആ ഒരു സ്റ്റോളിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാട്ടാൽ ഫെസ്റ്റിലെ വിശേഷങ്ങൾ. പിന്നെ പുറത്ത് പാനിപൂരി, പിന്നെ എന്താ ടീ കൗണ്ടർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലും ഈവനിങ് ടൈം പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആ ഒരു ടൈമാണ് കുറച്ചുകൂടി കാണാനൊക്കെ, ലൈറ്റ്സൊക്കെ വരുമ്പോഴേക്കും നല്ലൊരു വൈബാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാട്ടാൽ ഫെസ്റ്റിലെ വിശേഷങ്ങൾ.